രാവിലെ തൊട്ട് നമ്മളും വെറുതെ നിങ്ങൾ ഇങ്ങനെ ട്രിപ്പ് എടുക്കാൻ തുടങ്ങിയാൽ എന്നാ എനിക്ക് വാടക കൊടുക്കണ്ട. ഒന്നാം നമ്മളെന്ന് വെറുതെയാണ്. നമ്മൾ റെന്റ് 900 പിള്ളേർ പഠിക്കണം. നിങ്ങളെ പോലെയല്ല ഞങ്ങൾ ഈ വീടിനടക്കം വാടക കൊടുത്തത്. എന്റെ പൊന്നെ, ഒറ്റ ദിവസം ഒരു ദിവസം എടുക്കാൻ പറ്റില്ല. ഒരു ദിവസം എടുക്കാൻ പറ്റില്ല. എല്ലാ ദിവസവും ഇങ്ങ് ട്രിപ്പ് അടിക്കണ്ട നല്ല രീതിയിൽ ഇല്ലല്ലോ. ഒരു ദിവസം നിൽക്കാൻ പറ്റില്ല. 2 ദിവസം 3 ദിവസം ഒരു ദിവസം നമ്മള് ഇതിനു വേണ്ടി സംഘടനയായിട്ട് നിൽക്കാൻ പറ്റില്ല. നമുക്ക് കിട്ടേണ്ട പറഞ്ഞത് ഒരു ദിവസം നിൽക്കാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് സാധിക്കും. നിങ്ങളെ പിള്ളേരാണ്, നമ്മളെ പിള്ളേരാ. എന്റെ പൊന്ന് എന്റെ മോക്ക് 12 വയസ്സുണ്ട്. ആയിക്കോട്ടെ, എന്റെ മകൻ ഇവിടെ പൊന്ന് ചേട്ടാ, നമ്മളെല്ലാരും ഫീസാണ്. അവനറിയാം നാളത്തെ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ടാ. ഞാൻ ഇത് എത്ര സമരം കണ്ടാണ്, ഞാൻ കണ്ടാണ്. ഒരു ദിവസം 2 ദിവസം വെയിറ്റ് ചെയ്യണാവൂല. എനിക്കറിയാം, ഫേക്കാന്നൊക്കെ അറിയാം. മൂന്നാമത്തെ അവിടെ ചെന്ന് ഇപ്പൊ പിന്നെ എന്തിനാ 2 ദിവസം കിട്ടും ചേട്ടാ. ഫേക്കായിരുന്നൊക്കെ അറിയാം, എനിക്കറിയാം. പക്ഷെ ഇത് 2-3 ആയി ഫേക്ക്. പക്ഷെ ഇതിനു മുമ്പും ഇങ്ങനെയാണ്. ഈ 2 ദിവസം നിങ്ങൾ എന്ത് ഉണ്ടാക്കാനാണ്? ഉണ്ടാക്കാനല്ല, എനിക്ക് വാടക ഫീസ്. ഞങ്ങൾ ഈ നാട്ടുകാർ ഞങ്ങളും ഇവിടെ നിൽക്കുന്നത് ഇങ്ങനെയുള്ള സമരം ചെയ്തുകൊണ്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ ഒരു 24-25 കിലോമീറ്ററിന് കിട്ടുമെങ്കിൽ കുറച്ച് ആൾക്കാർ തീരുമാനിക്കുന്നതുകൊണ്ടാണ്. ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റും ചേട്ടാ. വ്യവസായം മുന്നോട്ട് പോകും ചേട്ടാ, ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? ഇപ്പൊ കേരള സവാരി ഉണ്ടല്ലോ, ഇവിടെ യൂബർ നിർത്തി കഴിഞ്ഞാലും റാപ്പിഡ് നിർത്തി കഴിഞ്ഞാൽ കേരള സവാരി ഉണ്ടല്ലോ. ജനങ്ങൾക്ക് അത്യാവശ്യ കാര്യങ്ങളാണ്. നമുക്ക് മിനിമം ചാർജ് കിട്ടണം, അത്രയേ ഉള്ളൂ, വേറൊന്നുമില്ല. അല്ല ചേട്ടാ, ഈ 15 ഉറുപ്പിക നിങ്ങൾ കിലോമീറ്റർ ഈ AC ഇട്ടിട്ട് ഓടിയിട്ട് എന്ത് കിട്ടാനാ നിങ്ങൾക്ക്? നിങ്ങൾ 150 ഉറുപ്പിയുണ്ട് CNGക്ക്. ഇന്ന് വണ്ടി സർവീസ് കൊടുത്തില്ല. 10,000 കിലോമീറ്റർ സർവീസ്, 10,000 രൂപ ബില്ല്, 6,000 രൂപ അവർ കൊടുക്കണം. ഒരു മാസം കൊണ്ട് 10,000 കിലോമീറ്റർ. ഒരു 6-7 മാസം ഓടുമ്പോൾ നിങ്ങൾക്ക് വണ്ടിക്ക് ടയറും കാര്യങ്ങളും എത്ര ചെലവ് വരും? നിങ്ങൾ ചിന്തിക്കാത്ത എന്താ? ഒരു 2 ദിവസം നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂലേ? നിങ്ങൾ ഇങ്ങനെ ഓടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുക? 2 ദിവസം നിൽക്കട്ടെ, ഒരു ദിവസങ്ങളൊന്ന് വെയിറ്റ് ചെയ്തൂടെ നിങ്ങൾക്ക്? അറിഞ്ഞ ദിവസം തന്നെ നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മളോട് എല്ലാവരോടും ചെയ്യുന്നത് സ്വയമായിട്ട്. ഒരു ദിവസം നിങ്ങൾക്ക് ഇത് സഹകരിക്കാം, ഒരു ദിവസം സഹകരിക്കില്ല എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര മോശം, വളരെ മോശമായിട്ടാ. 3 വണ്ടി കിട്ടാ വെറുതെ. നമ്മളിതുപോലെ തന്നെ ജോലിയായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്.